ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സെപ്റ്റംബർ 23 കത്തോലിക്ക സഭ വിശുദ്ധ പാദ്രെ പിയോയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇറ്റലിയിലെ ഒരു സാധാ കർഷക കുടുംബത്തിലായിരുന്നു പിയോയുടെ ജനനം. 5-ാമത്തെ വയസ്സിൽ തന്നെ പിയോ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ ബാല്യകാലത്ത് കർത്താവിൻ്റെ പീഡനം സ്വയം അനുഭവിക്കാനായി പിയോ കല്ല് തലയിണയാക്കി കിടന്നിരുന്നു. മൊർക്കോണയിലെ കപ്പുച്ചിൻ സന്യാസ സമൂഹത്തിൽ 15-ാം വയസ്സിൽ എത്തിച്ചേർന്ന പിയോ 19-ാമത്തെ വയസ്സിൽ കപ്പുച്ചിൻ സഭയിൽ ചേരുകയും 22-ാമത്തെ വയസ്സിൽ തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഫ്രാൻസി എന്നാണ് വിളിച്ചിരുന്നത്. അവൻ്റെ മാതാപിതാക്കൾ കർഷക തൊഴിലാളികളായിരുന്നു. കുട്ടികൾ ജോലിയിൽ സഹായിച്ചു. 7 കുട്ടികളിൽ 3-ാമനായിരുന്നു ഫ്രാൻസി. അവരിൽ 2 പേർ ശൈശവാവസ്ഥയിൽ മരിച്ചു. അത് അക്കാലത്തെ വളരെ സാധാരണമായിരുന്നു. തുടർച്ചയായ വിരുന്നുകൾ, കുർബാനകൾ, ഘോഷയാത്രകൾ, നൊവേനകൾ, ഇടവക ഉത്സവങ്ങൾ എന്നിവയോടെ സെൻറ്റ് അന്നയുടെ പ്രാദേശിക പള്ളിയുടെ കേന്ദ്രീയമായിരുന്നു. ഫോർജിയൻ കുടുംബം തികച്ചും ഭക്തിയുള്ളവരായിരുന്നു. ഫ്രാൻസി വളരെ ചെറുപ്പം മുതലേ അസാധാരണമായ ഭക്തി പ്രകടിപ്പിച്ചു. കുടുംബം വിശുദ്ധന്മാരോടൊപ്പം പരിശുദ്ധ കന്യക മറിയത്തോടും പ്രത്യേകം അർപ്പിച്ചിരുന്നു. ആ സ്നേഹം ഫ്രാൻസിയുമായി ജീവിതത്തിലുടനീളം നിലനിൽക്കും. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഫ്രാൻസിക്ക് പലപ്പോഴും പേടി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ചെറുപ്പത്തിൽ തന്നെ പിശാച് പീഡിപ്പിക്കുകയാണെന്ന് താൻ വിശ്വസിച്ചിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. തനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന വിധത്തിൽ തൻ്റെ കാവൽ മാലാഖയുമായി ആശയവിനിമയം നടത്താൻ തനിക്ക് കഴിഞ്ഞുവെന്നും പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും സ്ഥിരമായ ദർശനങ്ങളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പിന്നീട് അനുസ്മരിച്ചു. 5-ാം വയസ്സു മുതൽ ഫ്രാൻസി ദൈവത്തിനും പരിശുദ്ധ കന്യകയ്ക്കും സ്വയം സമർപ്പിച്ചു. തൻ്റെ ഗ്രാമത്തിൽ പൊതുവിദ്യാഭ്യാസം 3 വർഷമേ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. കുട്ടിക്കാലത്ത് ഉടനീളം വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്തു. 10-ാം വയസ്സിൽ തൻ്റെ സമൂഹത്തിന് ഭക്ഷണത്തിനു വേണ്ടി യാചിച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു താടിയുള്ള കപ്പുച്ചിൻ സന്യാസിയെ ഫ്രാൻസി കണ്ടുമുട്ടി. ഫ്രാൻസി അയാളിൽ മതിപ്പുളവാക്കി. എനിക്ക് താടിയുള്ള ഒരു സന്യാസിയാവണം എന്ന് അവൻ മാതാപിതാക്കളെ അറിയിച്ചു. തുടക്കത്തിൽ രസകരമായിരുന്നുവെങ്കിലും മാതാപിതാക്കൾ അവൻ്റെ അഭ്യർത്ഥന ഗൗരവമായി എടുക്കുകയും വടക്ക് 13 മൈൽ അകലെയുള്ള കപ്പുച്ചിൻ ഫയറി സന്ദർശിക്കുകയും ചെയ്തു. ഫ്രാൻസിക്ക് അവരോടൊപ്പം ചേരാമെന്ന് സന്യാസിമാർ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മികച്ച തയ്യാറെടുപ്പ് വിദ്യാഭ്യാസം ആവശ്യമാണ്. അവനെ സ്വകാര്യ സ്കൂളിൽ അയക്കാനോ ട്യൂട്ടറെ നിയമിക്കാനോ അവൻ്റെ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയാത്തതിനാൽ അവൻ്റെ വിദ്യാഭ്യാസത്തിന് പണം സമ്പാദിക്കാൻ അമേരിക്കയിലേക്ക് പോകാൻ പിതാവ് തീരുമാനിച്ചു. ഒരിക്കൽ അമേരിക്കയിൽ അവൻ്റെ പിതാവ് ഓരോ ആഴ്ചയും $9 അമേരിക്കൻ വീട്ടിലേക്ക് അയച്ചു. ഫ്രാൻസി വിദ്യാഭ്യാസം നേടി. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം കപ്പുച്ചിൻ പ്രവേശിച്ചു. പിയോ എന്ന പേര് സ്വീകരിച്ചു. ഒരു പക്ഷേ പിയോ 1-ാമൻ മാർപ്പാപ്പയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ സെൻറ്റ് അന്നയുടെ പള്ളിയിലോ ഒരു പക്ഷേ പ്രവിശ്യയായ ബെനവെൻട്രോയിലോ പിയോയുടെ ബഹുമാനാർത്ഥമോ ആയിരുന്നു. കപ്പുച്ചിൻ പ്രവേശിക്കുന്നതിനും 5 ദിവസം മുമ്പ് തനിക്ക് അറിയാവുന്ന ഒരേ ഒരു ജീവിതം ഉപേക്ഷിച്ച് മതജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഫ്രാൻസി അനുഭവിച്ചു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതിക ദർശനം എന്നറിയപ്പെടുന്ന ഒരു കാര്യം അവനുണ്ടായിരുന്നു. അതിൽ സൂര്യനെ പോലെ തിളങ്ങുന്ന അപൂർവ സൗന്ദര്യമുള്ള ഒരു ഗാംഭീര്യമുള്ള മനുഷ്യൻ എന്ന് അദ്ദേഹം പിന്നീട് വിശേഷിപ്പിക്കുന്നത് അവൻ്റെ മനസ്സ് കണ്ടു. ഈ മനുഷ്യൻ അവനെ കൈപിടിച്ച് ഒരു ഭീകരനായ യോദ്ധാവിൻ്റെയും നിഗൂഢ ജീവിയുടെയും അടുത്തേക്ക് കൊണ്ടുപോയി അവനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അവൻ മടിച്ചെങ്കിലും ആ മനുഷ്യൻ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ യുദ്ധം ചെയ്ത് വിജയിച്ചു. ജീവി ഓടിപ്പോയി. അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ തലയിൽ വർണ്ണനാനീതമായ സൗന്ദര്യത്തിൻ്റെ ഒരു കിരീടം വയ്ക്കുകയും ജീവിയോട് നിരന്തരം പോരാടി വരുമെന്നും എന്നാൽ അവൻ്റെ സഹായത്തോടെ എപ്പോഴും വിജയിക്കുമെന്നും അറിയിച്ചു. 3 ദിവസത്തിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം കപ്പുച്ചിൻ എന്ന നിലയിലുള്ള
തൻ്റെ ജീവിതം നരകത്തിൽ നിന്നുള്ള സൃഷ്ടിക്കെതിരായ നിരന്തരമായ പോരാട്ടമെന്ന് ഫ്രാൻസി മനസ്സിലാക്കി. എന്നാൽ തൻ്റെ അരികിലുള്ള മനുഷ്യൻ ഒരിക്കലും തന്നെ ഉപേക്ഷിക്കാത്ത ക്രിസ്തുവായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അവൻ പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി യേശുവിൻ്റെയും പരിശുദ്ധ കന്യകയുടെയും ഒരു ദർശനം കൂടി ലഭിച്ചു. അവൻ തൻ്റെ പുതിയ തൊഴിലിനായി തയ്യാറെടുക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 65 വർഷത്തെ സന്യാസ ജീവിതത്തിനിടയിൽ ഈ ദർശനങ്ങൾ യാഥാർത്ഥ്യമായിരുന്നു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ജീവിതം ഒരുപാട് ഘടനയും അച്ചടക്കവും കൊണ്ടുവന്നു. സന്യാസിമാർ ദിവസത്തിൽ 7 തവണ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി. മണിക്കൂറുകളോളം പഠനത്തിനായി ചെലവഴിച്ചു. വളരെ ലളിതവും ചെറുതുമായ ഒരു സെല്ലിൽ താമസിച്ചു. നഗ്നപാതനായി പോയി. പലപ്പോഴും ഉപവസിച്ചു. കൈകൊണ്ട് ജോലിയിൽ ഏർപ്പെട്ടു. 1907 19ാമത്തെ വയസ്സിൽ പിയോ തൻ്റെ അന്തിമ പ്രതിജ്ഞയെടുത്തു. 1910 13ാം വയസ്സിൽ വൈദികനായി അഭിഷിക്തനായി. സ്ഥാനാരോഹണത്തിനായുള്ള തൻ്റെ 7 വർഷത്തെ തയ്യാറെടുപ്പിലുടനീളം പ്രിയർ പിയോ തുടർച്ചയായി മോശം ആരോഗ്യത്തിലായിരുന്നു. അവൻ പതിവായി പ്രാർത്ഥനയിൽ ഉത്തമനായി. ചില സമയങ്ങളിൽ മറ്റുള്ളവരെ നോക്കി കരഞ്ഞു. അങ്ങനെ മുഴുകി. സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ട്രാക്ക് നഷ്ടപ്പെട്ടതായി അദ്ദേഹത്തിൻ്റെ സഹസന്യാസിമാർ റിപ്പോർട്ട് ചെയ്തു. നിയമിതനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായതിനാൽ സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയിൽ കുടുംബ വീട്ടിലേക്ക് മാറാൻ അദ്ദേഹത്തെ അനുവദിച്ചു. 1916 വരെ അദ്ദേഹം അവിടെ തുടർന്നു. 29ാം വയസ്സിൽ സാൻ ജിയോവാനി റൊട്ടോണ്ടയിലെ അവർ ലേഡി ഓഫ് ഗ്രേസ് കപ്പുച്ചിൻ ഫ്രെയറിലേക്ക് അദ്ദേഹത്തെ അയച്ചു. അവിടെ അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു. സൈനിക സേവനത്തിനായി ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുകയും 1ാം ലോക മഹായുദ്ധ സമയത്ത് മോശം ആരോഗ്യം കാരണം പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. സാൻ ജിയോവാനി റൊട്ടോണ്ടോയിൽ പാദ്രെ പിയോ പെട്ടെന്ന് ഒരു മിസ്റ്റിക്കായി അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ദീർഘമായ ആനന്ദങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ കുർബാനകൾ അസാധാരണമായ ഭക്തിയും ദൈർഘ്യമേറിയതുമായിരുന്നു. അവൻ പലപ്പോഴും കുമ്പസാരം കേൾക്കുകയും അനേകർക്ക് ആത്മീയ ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, വിഷമിക്കേണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉപദേശം. 1918 സെപ്റ്റംബർ 20 കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ കൈകളിലും കാലുകളിലും പാർശ്വങ്ങളിലും രക്തം ഒലിച്ചിറങ്ങിയ ഒരു മനുഷ്യൻ്റെ ദർശനം പാദ്രെ പിയോയ്ക്ക് ലഭിച്ചു. ഉടനെ കളങ്കം ഏറ്റുവാങ്ങിയ പാദ്രെ പിയോയുടെ ശരീരത്തിൽ ആ മുറിവുകൾ തുളച്ചു കയറി. കൃത്യം 50 വർഷത്തോളം ആ മുറിവുകൾ അദ്ദേഹം തുറന്നു വഹിച്ചു. അവർ ദിവസവും 1 കപ്പ് രക്തം വരെ ഒഴുകി. അവർക്ക് ഒരു സ്വർഗീയ സൗരഭ്യം ഉണ്ടായിരുന്നു. വലിയ വേദനയുണ്ടാക്കി. പ്രത്യേകിച്ച് ക്രിസ്തു കുരിശു ചുമന്ന അവൻ്റെ തോളിൽ ഒരു മുറിവ് ഉണ്ടായിരുന്നു. തുടർന്നുള്ള 50 വർഷങ്ങളിൽ എണ്ണമറ്റ ഡോക്ടർമാർ മുറിവുകൾ പരിശോധിച്ചു. അവരിൽ ആർക്കും ശാസ്ത്രീയമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല. അടുത്ത 3 വർഷങ്ങളിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധനെയും മിസ്റ്റിക്കിനെയും കാണാൻ ആളുകൾ ഒഴുകിയെത്തി. രോഗശാന്തി, ബലോക്കേഷൻ, ലെവിറ്റേഷൻ, പ്രവചനം തുടങ്ങി നിരവധി അത്ഭുതങ്ങൾ. വിദേശ സന്ദർശകർ അവരുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കുന്ന ഭാഷകളുടെ വരം എന്നിവയുടെ ചാരിത്രങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഹൃദയങ്ങൾ വായിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ആഴ്ചകളോളം ചെലവഴിക്കുകയും വളരെ കുറച്ച് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. അത്ഭുതകരവും അഗാധവുമായ പരിവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്നുമുണ്ടായി. സാധാരണ കത്തോലിക്കർക്ക് ഈ അത്ഭുത സംഭവങ്ങൾ പ്രചോദിപ്പിക്കുന്നതിന് അപ്പുറമായിരുന്നു. സഭാ അധികാരങ്ങളിൽ ചിലർക്ക് അവർ ആശങ്കുലരായിരുന്നു. 1922 ഒരു നീണ്ട അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 1931 വിശുദ്ധ സിംഹാസനം പാദ്രെ പിയോയെ പൊതു ശുശ്രൂഷയിൽ നിന്നും ദൈവജനവുമായുള്ള സ്വകാര്യ ആശയവിനിമയങ്ങളിൽ നിന്നും വിലക്കി. 2 വർഷത്തിനു ശേഷം
പയസ് 11 മാർപ്പാപ്പ നിയന്ത്രണങ്ങൾ മാറ്റി. പാദ്രെ പിയോയോട് എനിക്ക് മോശമായി പെരുമാറിയിട്ടില്ല, പക്ഷേ എന്നെ മോശമായി അറിയിച്ചു. പരസ്യമായി ശുശ്രൂഷിക്കാൻ കഴിയുമെങ്കിലും 1963 മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിന് ശേഷം പോൾ 6 മാർപ്പാപ്പ അദ്ദേഹത്തെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുന്നതുവരെ അടുത്ത 30 വർഷക്കാലം വിവിധ സഭാ അധികാരികളുടെ നിരീക്ഷണത്തിലും സംശയത്തിലും പാദ്രെ പിയോ തുടർന്നു. ദിവസേനയുള്ള കുർബാന, പ്രസംഗം, കുമ്പസാരക്കൂട്ടിലെ എണ്ണമറ്റ മണിക്കൂറുകൾ എന്നിവ ഉൾപ്പെടുന്ന അത്ഭുതകരമായ ശുശ്രൂഷയ്ക്ക് പുറമെ പാദ്രെ പിയോ അത്യധികം ആവശ്യമുള്ളവർക്കായി ഒരു ആശുപത്രി നിർമ്മിച്ചു. സന്യാസിമാർക്കുള്ള സാധാരണ അവകാശങ്ങൾക്കും കടമകൾക്കും അപ്പുറത്തുള്ള ആശുപത്രിയുടെ മേൽനോട്ടം വഹിക്കാനും ഭരിക്കാനും പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തിന് പ്രത്യേക അനുമതി നൽകി. 1968 സെപ്റ്റംബർ 22 പാദ്രെ പിയോ സ്റ്റിഗ്മാറ്റയെ സ്വീകരിച്ചതിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ടെലിവിഷൻ ഗംഭീരമായ കുർബാന നടത്തി. അടുത്ത ദിവസം അവൻ്റെ മുറിവുകൾ അപ്രത്യക്ഷമായി. അവൻ സ്വർഗത്തിലേക്ക് കടന്നു. ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പലതരത്തിൽ വിശുദ്ധ പാദ്രെ പിയോ ഒരു സഹസ്രാബ്ദത്തിൽ ഒരിക്കൽ മാത്രം ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു. മറ്റു സന്യാസിമാർ ഈ കളങ്കം വഹിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം ആരും അത് പരസ്യമായി വഹിച്ചിട്ടില്ല. അവൻ ദൈവിക ഐക്യത്തിൽ നിരന്തരം ജീവിച്ചു. ദൈവം ഏറ്റവും അത്ഭുതകരമായ വഴികളിൽ ഉപയോഗിച്ചു. എണ്ണമറ്റ പരിവർത്തനങ്ങൾ കൊണ്ടുവന്നു. തൻ്റെ യഥാർത്ഥ പ്രവൃത്തി തൻ്റെ മരണത്തിന് ശേഷം നടക്കുമെന്ന് വിശ്വസിച്ചു. 1968 മുതൽ അദ്ദേഹത്തിൻ്റെ കഥ പറയുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത അനുഭവിക്കുകയും അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത് പോലെ ആ പ്രവർത്തനം തുടർന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ സാൻ ജിയോവാനി റോട്ടോണ്ടയിലെ പാദ്രെ പിയോ തീർത്ഥാടന പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വിശ്രമത്തിലാണ്. ഈ അത്ഭുതകരമായ വിശുദ്ധനെ നാം ആദരിക്കുമ്പോൾ അവൻ്റെ അത്ഭുതകരമായ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളെ തന്നെ അനുവദിക്കുക. അവൻ നയിച്ച പ്രാർത്ഥനയുടെയും ദൈവവുമായുള്ള ഐക്യത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി അത്ഭുതങ്ങൾക്കപ്പുറത്തേക്ക് പോയിരുന്നു. അത് പ്രാഥമികമായി പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും സദ്ഗുണമുള്ള ജീവിതത്തിൻ്റെയും ദൈവഹിതത്തോടുള്ള അചഞ്ചലമായ അനുസരണത്തിൻ്റെയും ഫലമായിരുന്നു. ദൈവം നമ്മെ അത്ഭുതകരവും ആകർഷകവുമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മിൽ ഓരോരുത്തരും ഇതേ തലത്തിലുള്ള വിശുദ്ധിക്ക് പ്രാപ്തരാണ്. പ്രാർത്ഥനയിലൂടെയും തപസ്സിലൂടെയും വിശുദ്ധി തേടുക. നിങ്ങളെ സഹായിക്കാൻ വിശുദ്ധ പാദ്രെ പിയോയുടെ മാധ്യസ്ഥം തേടുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പാദ്രെ പിയോ, അങ്ങ് ദൈവത്തെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ക്രിസ്തുവിൻ്റെ മുറിവുകൾ ശരീരത്തിൽ വഹിക്കുകയും ചെയ്തു. അങ്ങയിലൂടെ അനേകം ജീവിതങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടു. ഹൃദയങ്ങൾ സൗഖ്യം പ്രാപിച്ചു. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ദയവായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. എനിക്ക് ആവശ്യമായ സൗഖ്യം ലഭിക്കുമാകട്ടെ. അങ്ങനെ ഞാൻ കൂടുതൽ പൂർണ്ണമായി ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുകയും എൻ്റെ എല്ലാ ശക്തിയോടെയും അവനെ സേവിക്കുകയും ചെയ്യണമേ. വിശുദ്ധ പാദ്രെ പിയോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.